ഭാരതീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായിട്ടുള്ള ഇറ്റലി സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിവേഗം വളർന്നുവരുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിൽ സന്ദർശനം നടത്തുന്നത്. മികച്ച ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങളും ഇരു നേതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ വ്യക്തിബന്ധവും വ്യക്തമാക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം. ഇന്ത്യ ഇറ്റലി റിലേഷൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി മെലോണിയും റോമിൽ വച്ച് വ്യാപാരം, പ്രതിരോധ, വ്യവസായ സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി. പുതിയ സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള വിപുലമായ ചർച്ചകൾ നടന്നുവെന്നാണ് സൂചന. അതോടൊപ്പം തന്നെ ഐമെക് കോറിഡോർ യാഥാർത്ഥ്യമാക്കാൻ ഈ ഉച്ചകോടിയിൽ ഇറ്റലിയും ഇന്ത്യയും തമ്മിൽ ചർച്ച നടന്നുവെന്നും സൂചനകളുണ്ട്. ഈ ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നും ഇത് തന്നെയായിരുന്നു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ സജീവമാക്കുക. അത് നരേന്ദ്രമോദിയുടെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സമുദ്ര ലോജിസ്റ്റിക്സ് പ്രവേശന കവാടമായിട്ട് ഇറ്റലി മാറുന്നതിനാൽ ഈ ബദൽ വ്യാപാര പാതയിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ട്. ഇരു നേതാക്കളും തമ്മിലുള്ള സൗഹൃദം തീർച്ചയായും രണ്ട് രാജ്യങ്ങളെയും കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കും എന്നതിൽ തർക്കമില്ല. മാത്രമല്ല, ഈ രണ്ട് നേതാക്കളും ഒന്നിച്ച് ചരിത്ര പ്രസിദ്ധമായ കൊളോസിയം സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെലോണി ഒരുക്കിയ പ്രത്യേക അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സപ്ലൈ ചെയിൻ സുരക്ഷ, അർദ്ധചാലക നിർമ്മാണം, ഹരിത ഊർജം എന്നിവയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ ബിസിനസ് പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഈ ഉച്ചകോടി വെറുമൊരു ഔദ്യോഗിക നയതന്ത്ര സന്ദർശനം മാത്രമല്ല, മറിച്ച് ന്യൂഡൽഹിയും റോമും പരസ്പരം കാണുന്ന രീതിയിലുണ്ടായ വലിയൊരു മാറ്റത്തിന്റെ തെളിവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇറ്റലി ഇന്ത്യ ജോയിന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ, ഈ പദ്ധതിയുടെ ആദ്യത്തെ വലിയ വിലയിരുത്തലാണ് ഈ സന്ദർശനം. വെറും വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രതിരോധം, ബഹിരാകാശം, ശുദ്ധമായ ഊർജം എന്നിവയിൽ കൃത്യമായ സമയപരിധി ലക്ഷ്യങ്ങളോടെയുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിലുണ്ടായിരുന്ന നയതന്ത്ര തടസ്സങ്ങളെല്ലാം ഇരു രാജ്യങ്ങളും പൂർണ്ണമായിട്ട് ഇതിനോടകം തന്നെ മറികടന്നു കഴിഞ്ഞു. ഈ വർഷം ആദ്യം ഒപ്പുവെച്ച ഇന്ത്യ EU പ്രതിരോധ പങ്കാളിത്തത്തിന്റെയും ഏപ്രിൽ അവസാന വാരത്തിൽ നടന്ന പ്രതിരോധ ചർച്ചകളുടെയും തുടർച്ചയായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മേഖലയിലെ ഒരു പ്രധാന പങ്കാളിയായിട്ട് ഇറ്റലി ഇനി മാറാൻ പോവാണ്. വെറും ആയുധങ്ങൾ വാങ്ങുക എന്നതിനപ്പുറം ഇന്ത്യയുടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സംയുക്ത ഉൽപാദനത്തിനാണ് ഇറ്റലി ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു റിലേഷനാണ് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ളത്. ഭൗമരാഷ്ട്രീയപരമായി സമുദ്ര സുരക്ഷ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രധാനമാണ്. ഇൻഡോ പസഫിക് മേഖലയിലെ കപ്പൽ പാതകളുടെ സുരക്ഷയ്ക്കായിട്ട് ഇറ്റലിക്ക് വിശ്വസ്തനായ ഒരു പങ്കാളി ആവശ്യമുണ്ട്. ആഗോള സപ്ലൈ ചെയിനിലെ മാറ്റങ്ങളെ നേരിടുവാനും മെഡിറ്ററേനിയൻ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുവാനും ഇന്ത്യക്ക് ഇറ്റലിയുടെ സൗഹൃദവും അനിവാര്യമാണ്. സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ആരോഗ്യ മേഖല എന്നിവയിലെ വിദഗ്ധരായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇറ്റലിയിൽ സുഗമമായി ജോലി ചെയ്യുന്നതിനുള്ള മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാർ നടപ്പിലാക്കുന്നത് ഈ സന്ദർശനത്തിലെ മറ്റൊരു പ്രധാന കാര്യമാണ്. ഇത് ഇറ്റലിയിലെ തൊഴിലാളി ക്ഷാമത്തിന് പരിഹാരമാകുന്നതോടൊപ്പം ഇന്ത്യൻ പ്രതിഭകൾക്ക് മികച്ച അവസരങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലെ മെലോഡി തരംഗം വെറും ഒരു കാഴ്ചയല്ല, മറിച്ച് യഥാർത്ഥ ഭൗമ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരനായിട്ട് ഇന്ന് ഇറ്റലി മാറിയിരിക്കുകയാണ്. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ വേഗത്തിലാക്കാനും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ വ്യാപാര പാതയുടെ സുഗമമായ നടത്തിപ്പിനും ഇറ്റലി വളരെ ശക്തമായിട്ട് ഇന്ത്യക്കൊപ്പം നിലകൊള്ളുകയാണ്. യൂറോപ്പിൽ ഫ്രാൻസിനൊപ്പം ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയായിട്ട് ഇന്ന് ഇറ്റലി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിലും അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ പല ശക്തികളും ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് പിന്തുണ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു യൂറോപ്യൻ ശക്തിയാണ് ഇന്ന് ഇറ്റലി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ഇന്ത്യ ഇറ്റലി ബന്ധത്തെ കൂടുതൽ ശക്തമാക്കി മാറ്റാൻ സഹായകരമാകും.